പ്രവർത്തനങ്ങളുടെയും സമരങ്ങളുടെയും ആവേശമായിരുന്നു പുഷ്പൻ. 1994 നവംബർ 25 കൂത്തുപറമ്പിൽ വെച്ചുണ്ടായ പോലീസ് വെടിവെപ്പിൽ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പുഷ്പനാകട്ടെ സുഷുമ്നാ നാഡി തകർന്ന് 24-ാം വയസ്സിൽ കിടപ്പിലായി. ചികിത്സയും മരുന്നുമായി വേദനകളിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു ജീവിതം. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്തു നിന്നും കൂടുതൽ കരുത്തോടെ പുഷ്പൻ തിരിച്ചുവന്നു. ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ തളർന്ന ശരീരവുമായി ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും സമ്മേളനങ്ങളിലെത്തി. 3 പതിറ്റാണ്ടുകാലം പാർട്ടി നേതാക്കളുടെ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും തണലിലായിരുന്ന പുഷ്പനെ കണ്ണൂരിലെത്തുന്ന നേതാക്കൾ സന്ദർശിക്കുക എന്നും പതിവായിരുന്നു. പുഷ്പനെ കാണാൻ ചെഗ്വേരയുടെ മകൾ അലീഡ ഗുവേര ഉൾപ്പെടെ അനേകായിരങ്ങൾ മേനപ്രത്തെ വീട്ടിലെത്തിയിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മരണപ്പെടുന്നതിന് 8 മാസം മുൻപാണ് പുഷ്പനെ അങ്ങോട്ട് പോയി സന്ദർശിച്ചത്. 2022 ഒക്ടോബർ 2 ആദ്യമായി പുഷ്പൻ തന്റെ നേതാവിനെ അങ്ങോട്ട് പോയി സന്ദർശിച്ചു. അവശതയുടെ കിടക്കയിൽ കഴിഞ്ഞിരുന്ന തനിക്ക് താങ്ങായും കരുത്തായും എന്നുമുണ്ടായിരുന്ന പ്രിയ സഖാവിന് ഹൃദയം കൊണ്ട് അന്ത്യാഭിവാദ്യങ്ങൾ നേർന്നു. അത്യന്തം വികാരഭരിതമായിരുന്നു ആ കാഴ്ച. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് 3 പതിറ്റാണ്ടിനിടയിൽ തിളക്കമാർന്നു നിൽക്കുന്നത്. അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ ഉയർന്ന പ്രതിഷേധാഗ്നിയാണ് എന്നും ജ്വലിച്ചു നിൽക്കുന്നത്. മാധ്യമങ്ങൾ എത്ര കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും അഴിമതിയില്ലാത്ത, വിദ്യാഭ്യാസ കച്ചവടമില്ലാത്ത ഒരു ഭരണമാണ് LDF നയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ വേർപാടിലും അവർ നൽകിയ ഊർജം നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരണ്യ പൊയ്യേരി, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.